എന്ന് പറഞ്ഞാൽ 0.5 to 20% എന്നൊരു ഒരു 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 ബാർ ഇത് തന്നെ സ്ലാബ് തന്നെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഈ ഹോർട്ടി വൈൻ, ഹോർട്ടി ലിക്വർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ആ വിഭാഗത്തെ കൊണ്ടുവന്ന് 2025 ഒരു സർക്കുലറാണ്. അതെന്ന് പറഞ്ഞാൽ 20% മുതൽ 30% വരെ വീര്യമുള്ള മദ്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുള്ള ലോ ആൽക്കോളിക് ബിവറേജസ് എന്ന് പറഞ്ഞാൽ ഹോർട്ടി വൈൻസുമായിട്ടോ ഹോർട്ടി ലിക്വറുമായിട്ടോ ബന്ധമില്ല. അത് ഇവർ കൊണ്ടുവന്ന കൃത്യമായ 0.5 to 20% എന്ന് പറയുന്ന മറ്റൊരു ഇതാണ്. അത് മായി ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് അവരല്ലേ. ബജറ്റിലെ കാര്യങ്ങൾ, അതായത് നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനകാര്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ധനകാര്യ വകുപ്പിൽ ഏർപ്പെടുത്തുന്ന നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച് മറ്റ് വകുപ്പുകളെ അറിയിക്കേണ്ട കാര്യമില്ല. ബജറ്റ് സീക്രസിയുടെ ഭാഗ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വിൽപ്പന നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് അത് നയപരമായ തീരുമാനമെടുക്കുന്നത് തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിന് നിർണായകമായ റോളുണ്ട്. കാരണം കേരളത്തിൽ ഒരു മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മദ്യത്തിന് സെയിൽ ടാക്സ് ഒക്കെ ഏർപ്പെടുത്തിയാൽ പോലും ഇവിടെ ബ്രാൻഡ് രജിസ്ട്രേഷൻ നടക്കണം. കേരള ബ്രാൻഡ് രജിസ്ട്രേഷൻ റൂൾസ് പ്രകാരം ഒരു ബ്രാൻഡ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അതോറിറ്റി എന്നത് എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ ആ കമ്മീഷണർക്ക് മുമ്പ് അപേക്ഷ വന്ന് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് പെർമിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇവിടെ മദ്യവിൽപ്പന അനുവദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എൻ്റെ റോള് വരുന്നത് തീർച്ചയായും അവിടെ മാത്രമാണ്. നികുതി ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത് ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ എന്താണെങ്കിലും മദ്യം കേരളത്തിൽ ലോ ആൽക്കോളിക് ബിവറേജസ് വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലും UDFലും ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇന്നലെ സംസ്ഥാനത്ത് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സൈസ് വകുപ്പിൻ്റെ റോള് വരുന്നത് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ബെക്കാഡിയുടെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കത്തടക്കം പുറത്തു വന്നിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തെ നൽകിയ ഒരു കത്ത് ഇത്രയും കാലം അത് വലിയ ചലനമില്ലാതിരുന്നിട്ട് ഒരു സർക്കാർ രൂപീകരിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിന്റെ തുടർ നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നതിലാണ് ഈ പ്രതിപക്ഷം വലിയൊരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ശരവേഗത്തിലെ ഫയൽ നീക്കമൊക്കെയാണ്. ഈ സംസ്ഥാനത്ത് റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കണ്ടേ? ഇപ്പോൾ സർക്കാർ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് ഇനി 6 മാസം കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റുമോ? സംസ്ഥാന ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാരിലേക്കുള്ള റെവന്യൂ റെസിപ്റ്റ്സ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ വരും. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തരത്തിൽ വിൽക്കാനൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന സെയിൽ ടാക്സിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ പിന്നെ അപ്പുറത്തുണ്ടോ? പിന്നെ ഈ ബെക്കാഡി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കൊണ്ടുവന്നത് ഈ സെക്ഷൻ 3(1) എന്ന് പറയുന്ന പിന്നെ അബ്കാരി റൂൾസിനെ അമെൻഡ് ചെയ്ത് 3(1) വന്നില്ലെങ്കിൽ ഈ ബെക്കാഡിക്കോ മറ്റ് ലോ ആൽക്കോളിക് ബിവറേജിനോട് സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു എന്നോട് പറഞ്ഞുതരാം. ഇവിടെ ഇതുണ്ട്, നിലവിൽ ബെക്കാഡി വിൽപ്പന ഉണ്ട്. അത് ആർമി ക്യാൻറ്റീനുകളിൽ നിലവിൽ ഈ ഗവൺമെൻറ് തന്നെ അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. LDF ഗവൺമെൻറ് ഇരുന്ന സമയത്ത് തന്നെ അവർ ആദ്യം പെർമിഷൻ കേരളത്തിലെ എക്സൈസ് കമ്മീഷണർ മുമ്പാകെ കൊടുത്ത് കുറവാണ് കഴിഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട എക്സൈസ് മന്ത്രി M. ലിജു പ്രതികരിക്കുകയായിരുന്നു. അത് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ധനകാര്യമന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അത് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതാണ്. മറ്റാരും അത് അറിയേണ്ടതില്ല. ബജറ്റിന്റെ സീക്രസി എന്നുള്ള വിഷയം അവിടെ പ്രധാനമാണ് എന്ന് പറയുന്നു. അപ്പോഴും ഇങ്ങനൊരു മദ്യം വിൽക്കേണ്ടതുണ്ടോ എന്നത് തീരുമാനിക്കുന്നതിലാണ് തനിക്ക് റോൾ ഉള്ളത്, എക്സൈസ് വകുപ്പിന്, എക്സൈസ് മന്ത്രിക്ക് റോൾ ഉള്ളത് എന്നതാണ് M. ലിജു വ്യക്തമാക്കിയത്. അത് UDF നയം ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നതാണ് ഇപ്പോൾ M. ലിജു ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ LDF സർക്കാരിന് ഇതിനുള്ള പങ്കിനെ കുറിച്ചുകൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.